ചേട്ടാ ഒരാഴ്ചത്തേക്ക് അമ്മയ്ക്ക് വയ്യാന്ന് ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാ അവസ്ഥയിൽ ഇത് ആവശ്യമുള്ളതാണോ? ചേട്ടനോടൊന്ന് പറയാവോ? പറഞ്ഞാ ഒന്ന് മനസ്സിലാക്കടാ. എന്താണ് അവിടെ പിറുപിറുക്കുന്നത്? ശരി വാ. അതൊന്നുമില്ലളിയാ, അവന്റെ അമ്മയ്ക്ക് വയ്യെന്ന് നാട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞെന്ന്. ഒരാഴ്ച അവന് ലീവ് എടുത്ത് നാട്ടിൽ പോണം. അത് എന്നോട് പറഞ്ഞ പോരെ, നീ എന്തിനാ പേടിക്കുന്നേ? വേണ്ട ഏട്ടാ. പേടിച്ചോടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അയക്കാം. ശരി ഏട്ടാ. നിക്ക്, ഞാൻ അങ്ങോട്ട് വരുന്ന, നിന്നെ വിടാം. ഞാൻ ഇറങ്ങാം. ശരി അളിയാ, ഓക്കെ. അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടുന്ന് ഫോൺ വിളിച്ച് പറയണേ. സർ പറയൂ സർ. മോനെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം. വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? വരാം സർ. അവിടെ ഒരു ചെറിയ പണിയുണ്ടെന്ന് നോക്കിട്ട് വരാം. ഓക്കെ ഏട്ടാ. സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇരിക്കേ. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ പറയാം. അത് ശരി, നിന്റെ പ്രോജക്റ്റ് ഒക്കെ എന്തായി? എൻ്റെ പ്രോജക്റ്റിനെ പറ്റി സാറിന് എങ്ങനെ അറിയാം? എന്താ മോനെ പറയുന്നേ? നിന്റെ പ്രോജക്റ്റിന് കാശ് തന്നത് ഞാൻ തന്നെയാണ്. അതിനു വേണ്ടിയില്ല നിന്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിപ്പോയത്. എൻ്റെ മകൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി എനിക്കൊരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. സാറൊന്ന് മനസ്സ് വെച്ച് ആ പൈസ എനിക്ക് തന്ന് സഹായിച്ചാൽ 5 മാസം കൊണ്ട് തന്നെ ഞാൻ ആ പലിശ മുതലും തിരിച്ചു തന്നോളാം സാറേ. മകന്റെ കാര്യമാണെന്ന് പറയുന്നു. ഞാൻ റെഡിയാക്കിയേക്കാം. അടുത്ത ആഴ്ച ഒന്ന് മേടിച്ചേക്ക്. സാറേ, വളരെ നന്ദിയുണ്ട്. സാറ് ചെയ്ത ഈ വലിയ സഹായം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അച്ഛൻ കാശ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ വാങ്ങിയതായിട്ട് അറിയില്ല. എന്തൊന്നും അറിയില്ലെന്നോ? കാശ് തിരിച്ചു മേടിക്കാനാ നിന്നെ വിളിച്ചത് തന്നെ. എന്തോന്നാ ഈ ആലോചിക്കുന്നേ? നിന്റെ അച്ഛൻ പൈസ മേടിച്ചപ്പോ ഒപ്പിട്ട് തന്ന പത്രം ഇത്. ദേ നോക്ക്. കുറച്ച് സമയത്താ സാറേ. എൻ്റെ അച്ഛൻ വാങ്ങിയ കാശ് എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തരാം. അതൊന്നും പ്രശ്നമല്ല. എത്രയും പെട്ടെന്ന് തരാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ? വളരെ നന്ദി സാർ. അയ്യോ ചേട്ടാ, സൂക്ഷിച്ചു വാ. ചേട്ടാ, സിഗ്നൽ ഗ്രീനായി. മോളുടെ കല്യാണത്തിന് വെച്ച കാശാ അത് കൊണ്ടുപോയി. അയ്യോ, ഇല്ല പോയേ.
എടാ, വാടാ. പോ. ഏയ്, രക്ഷപ്പെടാ. കേറ്, കേറ്, കേറ്. അവന് ഫോൺ എടുക്ക്. നിക്കടാ, വണ്ടി എടുക്കടാ. വണ്ടി എടുക്ക്. എന്താടാ പറ്റി? ആ ചേട്ടൻ മരിച്ചുപോയി ചേട്ടാ. ഇത് തന്നെയായിരിക്കും എൻ്റെ അച്ഛന് സംഭവിച്ചതല്ലേ? അതെ ചേട്ടാ, മുതലാളിക്കും ഇത് തന്നെയായിരിക്കും സംഭവിച്ചത്. ചേട്ടാ, മുതലാളി അടിച്ചിട്ടിട്ട് ഇങ്ങനെയായിരിക്കും പൈസ അടിച്ചോണ്ട് പോയത്. വെറുതെ വിടല്ലേ ചേട്ടാ, ഞാൻ നാട്ടിൽ പോകുന്നില്ല. അവന്മാരെ കണ്ടുപിടിച്ച് പണി കൊടുക്കണം. വിടരുത് ചേട്ടാ, വിടരുത്. അവന്മാരെ കണ്ടുപിടിച്ച് പണി കൊടുത്തേ പറ്റുള്ളൂ.